ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ക്രീം ചീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് മുമ്പ് മാംഗോ ചീസ് പുഡിങ്ങിൻ്റെ റെസിപ്പി വിട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞതിന് ഇങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയാം. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് രണ്ടാൾക്കാർ ഇതിൻ്റെ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം. ഒരു പാക്കറ്റ് പാല് ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിള വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിർ ഒഴിച്ചു കൊടുത്തു. ഇത്ര ചെയ്താൽ മതി. അത് അപ്പോൾ തന്നെ പാല് പിരിഞ്ഞ് വരും. തീ ഓഫ് ചെയ്യുക. അധികം തിളപ്പിക്കൊന്നും വേണ്ട. വിനാഗിരി ഒഴിക്കുന്നതിന് മുന്നേ തീ കുറച്ച് വെക്കണം കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് നല്ലോണം തണിയാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഇങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്യും. വെള്ളം കളയൊന്നും വേണ്ട. അത് ചൂടാറി ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതിലേക്ക് 2 നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 നുള്ള് അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുകയാണേ. ഒരു ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീം ഇല്ലാച്ച കുഴപ്പമില്ല. പാലുണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ലെമൺ ജ്യൂസാണ് കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. പിന്നെയും വീണ്ടും അരച്ചെടുക്കുക. ക്രീം ആവുന്നത് വരെ കുറച്ചും കൂടി ഫ്രഷ് ക്രീം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 വട്ടം ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ഫ്രഷ് ക്രീം ഒഴിക്കണുള്ളൂ. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഒഴിച്ചാൽ വെള്ളമായി പോവും. അതുകൊണ്ട് ഒഴിക്കരുത്. പാലാണെങ്കിൽ അതിലും കുറച്ച് മതിയാവും. ശ്രദ്ധിച്ച് ഒഴിക്കുക. ആവശ്യത്തിന് ക്രീം പോലെ ആക്കിയിട്ട് അത്രേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അധികം പാലൊഴിച്ച് പോകരുത് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നല്ല സ്മൂത്ത് ആവുന്നത് വരെ അരച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ പുഡിങ്ങിലും എല്ലാ ആവശ്യത്തിനും ബ്രെഡിൽ കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുക. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാൻ പുഡിങ്ങക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ടില്ലായിരുന്നു. അതിന് പാലായിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ചാലാണ് നല്ല ക്രീമായിട്ട് തന്നെ കിട്ടും കേട്ടോ. പാലും കിട്ടും. പാല് അന്ന് എൻ്റെ നിന്ന് കുറച്ച് ഏറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു കുറഞ്ഞ് ലൂസിൽ നിന്നത്. പിന്നെ വിനാഗിരിക്ക് പകരം നമുക്ക് ലെമൺ ജ്യൂസോ പുളിയുള്ള തൈരൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ക്രീം ചീസ്. നമുക്ക് ഇനി എന്തൊക്കെ ഉപയോഗിക്കണേനും കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.